നമസ്കാരം. കേരളത്തിനൊപ്പം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള അവസാനത്തെ നിയമസഭാ സമ്മേളനം കേരളത്തിൽ ഇന്ന് ആരംഭിച്ചു. തമിഴ്നാട്ടിലും ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. രണ്ടിടത്തുമുണ്ടായ ഒരു പൊതു പ്രത്യേകത, ഗവർണർമാരുടെ കേന്ദ്രത്തിൻ്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന സംസ്ഥാന ഭരണങ്ങൾക്ക് പലപ്പോഴും തുരങ്കം വയ്ക്കുന്ന വിധത്തിലുള്ള ഗവർണർമാരുടെ ഇടപെടൽ ഇന്ന് അതിൻ്റെ മൂർത്ത രൂപത്തിൽ സഭകളിൽ ഉണ്ടായി എന്നുള്ളതാണ്. കേരളത്തിൽ താരതമ്യേന കുറവായിരുന്നു. തമിഴ്നാട്ടിൽ NR രവി ഇന്ന് വന്നിട്ട് ആദ്യം ദേശീയഗാനം പാടിയില്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പര ഇറങ്ങിപ്പോയി. സ്റ്റാലിൻ വേറെ തരത്തിൽ അവിടെ കൈകാര്യം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. കേരളത്തിൽ അടുത്ത നാളുകളിലായിട്ട് കുറച്ച് സമവായത്തിലാണ് മൂപ്പര് പോകുന്നതെങ്കിലും രാജേന്ദ്ര അർലേക്കർ ഇന്ന് സഭയിൽ വന്ന് പ്രസംഗമൊക്കെ വായിച്ച് തിരിച്ചുപോയി എങ്കിലും പ്രസംഗം വായിക്കുന്നതിനിടയിൽ ചില ഭാഗങ്ങൾ വായിക്കാതെ വിട്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര വിമർശനം തന്നെ പലതും ഉന്നയിച്ചു. പക്ഷേ അദ്ദേഹത്തിന് താല്പര്യക്കുറവുള്ള ഭാഗം വായിച്ചുമില്ല എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് ഈ മട്ടിലുള്ള സമീപനം സ്വീകരിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കുന്നതിന് വിട്ടുപോയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം അനധികൃതമായി കൂട്ടിച്ചേർത്തവ സഭയിൽ നിന്ന് രേഖയിൽ നിന്ന് നീക്കുന്നതിനും ഉള്ള ഒരു ഇടപെടൽ നടത്തി. അസാധാരണമായ ഒരു ഇടപെടൽ നിയമസഭയിൽ ഉണ്ടായി. ആ അർത്ഥത്തിൽ അദ്ദേഹം പോയതിനു ശേഷം മുഖ്യമന്ത്രി ആ വായിക്കാതെ വിട്ട ഭാഗങ്ങൾ വായിക്കുകയും മറ്റ് ആവശ്യമായ കറക്ഷനുകൾ വരുത്തുന്നതിനും വേണ്ടി സ്പീക്കർക്ക് മുന്നിൽ ഇക്കാര്യം അവതരിപ്പിച്ച അസാധാരണമായ ഒരു സാഹചര്യത്തിലുള്ള ഇന്ന് നിയമസഭ പോയി. അത് ഗവർണർ വന്ന് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം നടത്തി അദ്ദേഹത്തെ തിരിച്ച് യാത്രയാക്കിയതിന് ശേഷമാണ് ഈ ഇടപെടൽ ഉണ്ടായത്. അത് നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ച് മാത്രം വന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഈ കറക്ഷൻ നടത്തിക്കൊണ്ടുള്ള പ്രസംഗമുണ്ട്. ഒപ്പം തന്നെ ഗവർണർ വരുന്നതും പോകുന്നതും ഒരു ചടങ്ങാണ് നിയമസഭയിൽ. നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറഞ്ഞ ഒരു സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഗവർണർ നടത്തുന്ന ആ പീരീഡിലെ എന്തൊക്കെയാണ് സങ്കല്പം എന്നുള്ളത് സർക്കാരിൻ്റെ സങ്കല്പം, എൻ്റെ സർക്കാർ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിന് അദ്ദേഹത്തെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത് സ്പീക്കറും മുഖ്യമന്ത്രിയും ആണ്. പിന്നീട് അദ്ദേഹത്തെ യാത്രയാക്കുന്നതും ആയ ദൃശ്യങ്ങളുണ്ട്. അതും ഇതിനൊപ്പം കാണിക്കുന്നതാണ്. ഇനി മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗത്തിലെ കറക്ഷൻ നടത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ്. അത് നിങ്ങൾ കേൾക്കുക. ബഹുമാനപ്പെട്ട ഗവർണർ സഭയെ അഭിസംബോധന ചെയ്ത് നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും വരുത്തിയിട്ടുള്ളത് അംഗങ്ങളുടെയും ചെയറിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ അന്തസ്സത്തക്കും സഭയുടെ കീഴ്വഴക്കങ്ങൾക്കും അനുസൃതമായി മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ് നിലനിൽക്കുന്നത്. അനുച്ഛേദം 176 പ്രകാരം ബഹുമാനപ്പെട്ട ഗവർണർ ഒരു വർഷത്തിലെ ആദ്യത്തെ സമ്മേളനം ചേരുമ്പോൾ നിയമസഭയെ അഭിസംബോധന ചെയ്യാറുണ്ട്. ഗവൺമെൻറ് നയപ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഗവർണർ സഭയിൽ നടത്തുന്നത് എന്നതിനാൽ മന്ത്രിസഭ അംഗീകരിച്ച 12, 15, 16 ഖണ്ഡികകൾ അതേപടി നിലനിൽക്കുന്നതാണ്. ഇക്കാര്യം സംബന്ധിച്ച് ചെയറിൽ നിന്നും നിരവധി തവണ റൂളിങ്ങുകളും ഉണ്ടായിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12 ആദ്യ വാചകം ഇപ്രകാരമാണ്: കോട്ട്, ഇത്തരം സാമൂഹ്യവും സ്ഥാപനപരവുമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടും ധനകാര്യ ഫെഡറലിസത്തിൻ്റെ ഭരണഘടനാപരമായ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായ പ്രതികൂല നടപടികളുടെ ഫലമായി കേരളം ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 15 അവസാന 2 വാചകങ്ങൾ ഇപ്രകാരമാണ്: സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ ദീർഘകാലമായി കെട്ടിക്കിടക്കുകയാണ്. ഈ വിഷയങ്ങളിൽ എൻ്റെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അവ ഒരു ഭരണഘടനാ ബെഞ്ചിന് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയിട്ടുണ്ട്.
മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 16 അവസാന വാചകം ഇപ്രകാരമാണ്: നികുതി വിഹിതവും ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകളും സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളാകുന്നതും ഔദാര്യമല്ലാത്തതും ഈ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള ഏതൊരു സമ്മർദ്ദവും ഫെഡറൽ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നതുമാണ്. ഉദ്ധരണി അവസാനിച്ചു. ഈ വാചകം അതേ രീതിയിൽ വായിച്ചു. എന്നാൽ ഈ വാചകത്തിനൊപ്പം ഉദ്ധരണി എൻ്റെ സർക്കാർ കരുതുന്നു, ഉദ്ധരണി അവസാനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. ഇത് ആധികാരികമായ നയപ്രഖ്യാപന പ്രസംഗമായി അംഗീകരിക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. ഓർഡർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റ് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. മുൻകാലങ്ങളിൽ സമാന സന്ദർഭങ്ങളിൽ പല പ്രാവശ്യം സഭാധ്യക്ഷന്മാർ ഇക്കാര്യം വ്യക്തത വരുത്തിയിട്ടുള്ളതുമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകമായി ചൂണ്ടിക്കാണിച്ച പരാമർശങ്ങളുടെ കാര്യത്തിലും മുൻ തീരുമാനം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാണ് ചെയറിന് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഓർഡർ. ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും പത്രപ്രതിനിധികൾക്കും ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ്. ഓർഡർ. എല്ലാവർക്കും കിട്ടിയിരിക്കുമെന്നാണ് കരുതുന്നത്. യെസ്. ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച 2026 ജനുവരി 22 ആരംഭിക്കുന്നത്. 2026 ജനുവരി 22 വ്യാഴാഴ്ച സഭയിൽ അവതരിപ്പിക്കുന്ന നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് ഭേദഗതിയിൽ അവതരിപ്പിക്കാവുന്നതാണ്. അവതരിപ്പിക്കുന്ന അംഗങ്ങൾ 2026 ജനുവരി 21 ബുധനാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പായി ഭേദഗതികൾ നിയമസഭാ സെക്രട്ടറി ഏൽപ്പിക്കേണ്ടതാണ്. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ച് നയപ്രഖ്യാപന പ്രസംഗത്തിന് അപ്പുറത്തേക്ക് ഇനി വരാനിരിക്കുന്ന നാളുകളിലെ നിയമസഭാ നടപടികൾ പ്രധാനമാണ്. പ്രത്യേകിച്ചും ഒരു മൂന്നാം ഭരണം അവർ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ CPM-ന് ഭരണം ഇല്ലാത്ത സാഹചര്യം അവരുടെ മുന്നിൽ ഇല്ല. അതുകൊണ്ട് കേരളത്തിൽ വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചെത്താനുള്ളൊരു സാഹചര്യം അവർ ആഗ്രഹിക്കുന്നു. ഒപ്പം പ്രതിപക്ഷം കോൺഗ്രസിന് ഇനിയൊരു മൂന്നാം ടേം കൂടി പ്രതിപക്ഷത്തിരിക്കാമെന്ന് സംബന്ധിച്ച് കേരളത്തിൽ പ്രായോഗികമല്ല. അത്രമാത്രം ദുർബലമായി പോകുന്ന പ്രതിപക്ഷ സ്പേസുകളുണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും. അതുകൊണ്ട് ഈ നിയമസഭാ കാലയളവ് ഇനി അടുത്ത സഭാ നടപടികളിലേക്ക് കടക്കുന്ന ദിവസം അവർ പല രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേദിയാക്കും നിയമസഭ എന്നുറപ്പാണ്. അതോടൊപ്പം തന്നെ CPM-ന്റെ LDF-ന്റെ ജാഥകൾ 3 മേഖലാ ജാഥകൾ ആരംഭിക്കുന്നുണ്ട്. ഒപ്പം VD സതീശൻ്റെ സംസ്ഥാന തലത്തിലുള്ള ഏകാംഗ നേതൃത്വത്തിലുള്ള ജാഥ ആരംഭിക്കുന്നുണ്ട്. അങ്ങനെ കലുഷിതമായൊരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്കാണ് കേരളം പോകുന്നത്. നിയമസഭയിൽ അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനൊപ്പം ഗവർണറുടെ അപ്രതീക്ഷിതമായ ഈ ഉടക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിനെ കറക്റ്റ് ചെയ്യുന്ന സാഹചര്യം എന്ന ഒരു നാടകീയ സാഹചര്യം കൂടി ഉണ്ട്. അതിൻ്റെ തുടർച്ചയും ഇനി എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.